ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെയായിട്ട് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 1800 ആപ്പുകൾ നമ്മൾ ഓൺലൈൻ അതായത് ഇന്ത്യ നമ്മൾ സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 250 മേലെ കേസുകൾ നമ്മുടെ കേരളത്തിലായിട്ട് എടുത്തിട്ടുണ്ട് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടിട്ട്. ഏതാണ്ട് 7ഓളം ആളുകൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഇതുവരെയുള്ള കണക്ക്. ഏകദേശം 75 കോടിയോളം രൂപ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 28 കോടിയോളം രൂപ തിരിച്ച് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ കേസുകളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ യുവാക്കൾ, പ്രധാനമായിട്ടും കുട്ടികളും അതുപോലെ തന്നെ യുവാക്കളാണ് ഇതിൽ വിക്ടിംസ് ആയിട്ട് വരുന്നത്. അത്തരം ആളുകളോട് പറയാനുള്ളത് നമ്മൾ യാതൊരു കാരണവശാലും നമ്മുടെ ഈ റിസർവ് ബാങ്കിന്റെ ഗൈഡ് ലൈൻസ് പാലിക്കാത്ത ആപ്പുകളിൽ ഇൻസ്റ്റാൾ ചെയ്ത് ലോൺ എടുക്കുന്നത് പരമാവധി ഒഴിവാക്കണം. അത്തരം ലോണുകൾ എടുക്കുന്ന അവസരത്തിൽ അത് വളരെ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും അത് അവർക്ക് മാത്രമല്ല അവരുടെ മൊബൈലിൽ അവർ സേവ് ചെയ്തിരിക്കുന്ന അവരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും തന്നെ ഭീഷണി ഉണ്ടാകുന്ന തരത്തിലേക്ക് മാറുന്നുണ്ട്. അന്ന് അമ്മയുടെ നമ്പറിൽ ഇതുപോലെ വന്നേ, ഇതുപോലെ ഹലോ രാഗി, അതായത് ഫുൾ നെയിം നിതിൻ രാജ്, OTP വരാറ് എന്തായാലും ലോൺ ആപ്പ് ചെയ്യത്തില്ല. അതെങ്ങനെയാന്നുള്ളത് എനിക്ക് അറിയില്ല കാര്യങ്ങൾ. അത് അമ്മയുടെ ഫോണിൽ ഈ മെസ്സേജ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അപ്പൊ അമ്മയുടെ ഫോണിൽ അതുപോലെ വന്നതായിരിക്കും എന്നാണ്. അതെ തീർച്ചയായിട്ടും. ഞാൻ അമ്മയുടെ നമ്പറിൽ വന്നപ്പോഴാണ് ഞാൻ വിളിച്ചത്. Your trusted source for news and information. KCV News 8 HD, Nilambur. Your trusted source for news and information.